നാട്ടുവൈദ്യം വീണ്ടെടുത്താൽ ബദൽ ജീവിതം സാധ്യമാകുമെന്ന് തന്റെ കഠിനാധ്വാനത്തിലൂടെ തെളിയിക്കുകയാണ് ഇരിക്കൂർ സ്വദേശിയും നാട്ടുവൈദ്യനുമായ കെ ജ്യോതിഷ്. കണ്ണൂരിലെ പയ്യാവൂർ മലനിരകളിൽ നിന്ന് ശേഖരിക്കുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന മരുന്നുകൾ കൊണ്ടാണ് ജ്യോതിഷ് ചികിത്സ നടത്തുന്നത്. വെരിക്കോസ് വെയിൻ, മുടികൊഴിച്ചിൽ, അകാലനര, ചർമ്മകാന്തി എന്നിങ്ങനെ സാധാരണക്കാരെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും ജ്യോതിഷ് നാട്ടുവൈദ്യം ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നുണ്ട്. 20 വർഷത്തോളമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ജ്യോതിഷ് കുമാറിന് ഒട്ടേറെ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് നാട്ടുവൈദ്യത്തിൽ കമ്പം കയറി ജ്യോതിഷ് ഈ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് പ്രശസ്തരായ പല വൈദ്യരുടെയും കീഴിൽ ഗുരുകുല വിദ്യാഭ്യാസം നടത്തി. പാപ്പിനിശ്ശേരി കുമാരൻ വൈദ്യരിൽ നിന്നും വിഷചികിത്സ പഠിച്ചായിരുന്നു തുടക്കം. 1993 SSLCക്ക് പഠിക്കുന്ന കാലത്ത് കുഞ്ഞിക്കണ്ണൻ വൈദ്യരിൽ നിന്നും ബാലചികിത്സയും അഭ്യസിച്ചിട്ടുണ്ട്. വടക്കേ മലബാറിലെ പ്രശസ്തനായ ഗോപാലൻ വൈദ്യർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് 10 വർഷം നാട്ടുവൈദ്യം പഠിച്ചതിനു ശേഷമാണ് സ്വന്തമായി ഔഷധക്കൂട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. സുഹൃത്ത് പ്രമോദിന്റെ മുടികൊഴിച്ചിലും താരനും നരയും മാറ്റാനാണ് ആദ്യമായി ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് എണ്ണ തയ്യാറാക്കിയത്. ഞാൻ രാവിലെ എൻ്റെ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു 15 മിനിറ്റ് മുമ്പേ തേച്ച് സാധാരണ കുളിച്ച് ഇറങ്ങുന്നത്. കുളിച്ച് നല്ല കുളിർമയാണ്. നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു കുളിർമയാണ് തേച്ച് കഴിഞ്ഞാൽ. മുടി കൊഴിച്ചിലുണ്ടായിട്ടില്ല? ഇപ്പം മുടി കൊഴിച്ചിലില്ല, ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. അപ്പോൾ ഈ എണ്ണ ഗുണപ്രദമാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? 100% ഗുണപ്രദമാണ്. നമ്മൾ മറ്റ് സിന്തറ്റിക് സാധനങ്ങളെ പിന്നാലെ പോകുന്നതിനേക്കാളും നല്ലതാണ് ഈ നാട്ടുവൈദ്യം എന്നുള്ള അഭിപ്രായമാണ് അല്ലേ? അതെ, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. ഇത് തേക്കുന്നത് 6 മാസമായിട്ട് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്? മുഖത്തുണ്ടാവുന്ന കറുപ്പും വിളർച്ചയും കുരുക്കളും ഇല്ലാതാക്കാൻ പ്രത്യേകം എണ്ണയും വെരിക്കോസ് വെയിന് പുറമേക്ക് പുരട്ടാനുള്ള തൈലവും ജ്യോതിഷ് ഉണ്ടാക്കി നൽകുന്നുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ എണ്ണകൾ ഉപയോഗിക്കാമെന്നും യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലെന്നും ജ്യോതിഷ് അവകാശപ്പെടുന്നു. തലയിൽ പുരട്ടാനുള്ള എണ്ണ ഉപയോഗിച്ചാൽ നല്ല ഉറക്കവും മാനസിക സന്തോഷവും ലഭിക്കുമെന്ന് ജ്യോതിഷ് കൂട്ടിച്ചേർത്തു. ഒരു ദിവസം 2 തവണ വരെ കുളിക്കുന്നതിന് മുൻപ് തന്റെ എണ്ണ ഉപയോഗിക്കാമെന്നും ജ്യോതിഷ് പറയുന്നു. സാധാരണയായിട്ട് ഇത് മുടി കൊഴിച്ചിൽ, താരൻ, പിന്നെ പെട്ടെന്ന് നര ഇതെല്ലാം ഉപയോഗിക്കുന്ന എണ്ണയാണ്. സാധാരണ രീതിയിൽ നമ്മൾ കുറച്ചൊരു 5-10 മില്ലി എണ്ണ എടുത്ത് നന്നായി കയ്യിലിട്ട് മിക്സാക്കി തലയിൽ വരച്ച് പിടിപ്പിക്കും. തലയോട്ടിന് മൊത്തമായി വരച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് നേരം മസാജ് ചെയ്ത് ഒരു 15 മിനിറ്റിന് ശേഷം തല കുളിക്കാം. തല കുളിക്കുന്ന സമയത്ത് സോപ്പോ ഷാമ്പോ ഉപയോഗിക്കാൻ പാടില്ല. സാധാരണ രീതിയിൽ നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നവരെ തല കുളിക്കുക. ശരിയായ രീതിയിൽ ഇതിൻ്റെ ഒരു ഫലപ്രദമായ രീതിയിലൊരു ഗുണം കിട്ടണമെങ്കിൽ 1 മാസങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ കുറച്ച് മുതിർന്നവർ വരെ, ഒരു പ്രായമുള്ളവർക്ക് വരെ ഇത് ഉപയോഗിക്കാം. വളരെ അപൂർവമായിട്ടുള്ള ചില ചേരുവകൾ ഇതിനകത്തുണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത്? ഇത് സംഘടിപ്പിക്കുന്നത് സാധാരണ ഇതിൻ്റെ മരുന്ന് കാർഡടിക്കാൻ സംഘടിപ്പിക്കുന്നതാണ്. പിന്നെ മറ്റുള്ള മരുന്നുകൾ നമ്മൾ നട്ടു വളർത്തുക, ഔഷധ സസ്യങ്ങൾ നട്ടു വളർത്തുക. ഇത് അപ്പോൾ ആധുനിക കാലത്ത് ഈ സിന്തറ്റിക് ഡൈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിട്ട് വരും. സാധാരണയുള്ള പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത ആയുർവേദത്തിന്റെ പച്ചമരുന്നുകൾ ചേർന്ന ഒരു നരക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നാണ്. ഈ ഒരു ബോട്ടിൽ കൊണ്ട് എത്ര ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? 1 മാസത്തോ? 10 ദിവസം ഉപയോഗിക്കും. 10 ദിവസം ഉപയോഗിക്കും. സിന്തറ്റിക് സൗന്ദര്യ വസ്തുക്കൾക്ക് പിന്നിൽ പരക്കം പായുന്ന ആധുനിക സമൂഹത്തിന് നാട്ടുവൈദ്യത്തിലൂടെ വഴികാട്ടുകയാണ് ജ്യോതിഷ് എന്ന 46-കാരൻ. സമകാലിക മലയാളം, കണ്ണൂർ.